എടുത്തു ചാടി വിവാഹമോചനം നേടി. എത്ര നിഷ്പ്രയാസമാണ് നിന്നെ അവൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനമോർത്ത് എന്നും അവന് പശ്ചാത്താപം ഉണ്ടാകണം. വീണ്ടും നിന്നെ വേണമെന്നുള്ള തോന്നൽ അവന്റെ മനസ്സിലുണ്ടാകണം. അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. വല്യച്ഛ, എന്താടാ? വല്യച്ഛനിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഏട്ടത്തിയമ്മയെ ആ സഞ്ജയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവുമെന്നാണ് കരുതുന്നത്. ഏത് പ്രശ്നത്തിന് എന്താ പരിഹാരമെന്ന് എനിക്കറിയാം. അത് കുട്ടികളായ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. വീണ്ടും വീണ്ടും ഒരേ ചോദ്യമായി വന്ന് നീ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. വല്യച്ഛൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കല്യാണക്കാർ ഇവിടെ പറയുമ്പോഴല്ലാതെ അത് കേൾക്കാൻ പറ്റാതെ ഞങ്ങൾ ബുദ്ധിമുട്ടിലാവുന്നുണ്ട്. വല്യച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. വിവേക്, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെങ്ങനെ? ഇതൊക്കെ വെറും ഒരു നാടകമല്ലേ? ഞങ്ങളുടെ നാടകത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ് സഞ്ജയ്. ഇതിനൊരു മനംമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഞ്ജയ് നമ്മളെ സഹായിക്കുന്നേ ഉള്ളൂ. മേഘന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ മിഥുന് അത് എത്രമാത്രം നഷ്ടമായിരിക്കും എന്നുള്ള കാര്യം അവനും കൂടി മനസ്സിലാക്കണം മോനെ. മേഘനയ്ക്കും സഞ്ജയ്ക്കും ഇടയിൽ നടന്നത് ഒരു ഫേക്ക് കല്യാണാലോചന മാത്രമാണ്. ഭാവിയിൽ അങ്ങനെ ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? Wow, I can't believe it. ഇതൊക്കെ വെറുതെ ആയിരുന്നു അപ്പോ. ഡാടാ, കണ്ടോ? ഇതുകൊണ്ടാ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. ഞാനും മേഘനയും കൂടി ഇവിടെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി വന്ന് നിങ്ങൾ കൊളവാക്കും തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല വലിച്ച. ഞങ്ങള് നിങ്ങളുടെ കൂടെ കൂടിക്കൊള്ളാന്നേ. ആവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തരാലോ. സഹായമൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളെയൊക്കെ വിശ്വസിച്ച് എല്ലാം കൊളവാക്കി തരുമെന്ന് എന്റെ പേടി. വല്യച്ഛ, ഞങ്ങളൊന്നും തന്നെ കൊളാക്കില്ല. ഇനി അങ്ങോട്ട് ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയാ. ഞങ്ങളുടെ പാർട്ടി ചേരണമെങ്കിൽ നിങ്ങളുടെ ഈ കെയർലെസ്നെസ് ഒന്നും ഇവിടെ ചെലവാവില്ല. ഇതുവരെ എന്തോ കപ്പല് മുങ്ങിയ പോലെ ആകാശം നെഞ്ചത്തോട്ട് വന്ന് പതിച്ച പോലെ അല്ലായിരുന്നോ? അതേപടി തുടരണം. വല്യച്ഛ, ഇതൊക്കെ വെറും നാടകമാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ സേഡായിട്ട് അഭിനയിക്കാന്ന് വെച്ചാ അത് കുറച്ച് ബുദ്ധിമുട്ടാ. അഭിനയിച്ചില്ലെങ്കിൽ വായി പല്ലുണ്ടാവില്ല. എവിടെ ഒരു തവണ ഡള്ളായിട്ട് ഫേസ് ഒന്ന് വെച്ചേ. അങ്ങനെയല്ലടാ, ഞാൻ സത്യം പറയുന്നതിന് മുമ്പ് ഫേസ് ഇരുന്നില്ലേ അതേപോലെ. നോക്കട്ടെ 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 നോക്കട്ടെ. മര്യാദക്ക് കാണിക്കടാ, അല്ലെങ്കിൽ ചെപ്പകുരുകിടെ ഞാൻ തരും. എവിടെ ദുഃഖം? ദുഃഖം കാണിക്കുക. നിങ്ങളും വേണം. ചിരിക്കുന്നു. ആ, അങ്ങനെ ഇതേപോലെ 3 എണ്ണം എപ്പോഴും നടന്നോണം. ഇതിൽ കവിഞ്ഞ എക്സ്പ്രഷൻ എങ്ങാനും മാറിയാ ഇവിടെ ഉള്ളവരെല്ലാം കണ്ടുപിടിക്കേ. ഇത്രയും നേരം വാടിയിരുന്ന മുഖം എങ്ങനെയാ തെളിഞ്ഞെന്ന് അവർക്ക് സംശയം തോന്നും. അത് മതി പിന്നെ ഇവിടെ പുകലുണ്ടാകാൻ. അപ്പൊ നമ്മൾ പിടിക്കപ്പെടും. നമ്മുടെ നാടകവും അതോടെ പൊളിയും. മനസ്സിലായല്ലോ? എല്ലാം മനസ്സിലായി വിളിച്ച. മേഘനെ നോക്കിക്ക്, ചിരിച്ചാൽ എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. എപ്പോഴും നീ ഇങ്ങനെ തന്നെ ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കണം. നീയും ഇതിനും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാ ഞങ്ങൾ എല്ലാരും ഈ കഷ്ടപ്പെടുന്നേ. അത് മാത്രം ഒന്ന് നടന്നു കിട്ടിയ പിന്നെ ഒരു പ്രശ്നവുമില്ല. മേഘനേച്ചി, ഇപ്പഴാ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. ഇത്രയും നാളും ചേച്ചിയെ മറ്റാർക്കോ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാന്ന് ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? മതി, ഇനി കൂട്ടം കൂടി നിൽക്കാതെ വേഗം പോയിക്കോ. ശരി വല്യച്ഛ. മിഥുനിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാ. 2 വള്ളത്തെ കാല് ചവിട്ടിയാ അവനിപ്പോ മുന്നോട്ട് പോകുന്നത്. ഇത് നാളെ അവന് തന്നെ അപകടം വരുത്തി വെക്കുന്ന അവൻ അറിയുന്നില്ല.
നിന്റെ പാതയിൽ നിന്നും മേഘന എന്ന മുള്ളിനെ എടുത്തു മാറ്റിയെന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷേ ആ മുള്ളുകൾ നിറഞ്ഞ പാതയിലേക്ക് മിഥുൻ പതുക്കെ ചുവടുകൾ വെച്ച് തുടങ്ങിയിരിക്കുക. മിഥുന്റെ പാതകങ്ങൾ പിന്തുടർന്ന് ചെല്ലുന്ന എനിക്കും ആ മുള്ളുകൾ അപകടങ്ങൾ മാത്രമേ വരുത്തി വെക്കൂ. എന്താ ആന്റി ഇപ്പൊ ചെയ്യാ? മിഥുനെ കഴിയുന്നതും പെട്ടെന്ന് നിന്റെ വരുതിയിൽ വരുത്തണം. അവൻ അവളുടെ വഴിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കരുത്. എന്നാൽ മാത്രമേ മേഘന എന്ന മുൾപാതയിൽ നിന്ന് നിങ്ങൾക്ക് 2 പേർക്കും രക്ഷ നേടാനാവൂ. പക്ഷെ അത്ര പെട്ടെന്നൊന്നും ആ മുള്ളുകൾ പാതയിൽ നിന്നും എടുത്തു മാറ്റാൻ സാധിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്റെ മനസ്സിനും തോന്നിയതാ. ഇനി നമ്മൾ കയ്യും കെട്ടിയിരുന്ന ശരിയാവില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗേ ഉള്ളൂ. എന്താ അത്? എങ്ങനെയുണ്ട് പ്ലാൻ? അടിപൊളിയാണ് മഞ്ജരി. നാളെ കാലത്ത് തന്നെ നിന്റെ അമ്മയോട് വരാൻ പറയാം. ആതിര വന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് ഉറപ്പാ. നീ കാര്യങ്ങളെല്ലാം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അനുഭവവും വിവേകവും ഉള്ള നിന്റെ അമ്മയ്ക്ക് മാത്രമേ മിഥുനെ വരുതിക്ക് കൊണ്ടുവരാനാവൂ. യെസ് ആന്റി, ഈ പ്രാവശ്യം എന്തായാലും ഞാനൊന്നും മിസ് ചെയ്യാൻ പോകുന്നില്ല. സഞ്ജനേ, സഞ്ജന, മോളിങ്ങോട്ടൊന്ന് വന്നേ. എന്താ വലിച്ച കാര്യം? നിന്റെ ഏട്ടത്തിൽ റെഡിയായോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു വലിച്ച. ഒന്ന് പെട്ടെന്നാവട്ടെ മോളെ. കല്യാണത്തിന്റെ മുഹൂർത്തം കുറിക്കാനായി ചെറുക്കന്റെ വീട്ടുകാർ വരുന്നുണ്ട്. നാളെയോ മറ്റന്നാളോ ആയിട്ട് മുഹൂർത്തം കിട്ടിയാ കാര്യം പെട്ടെന്നങ്ങ് നടത്താം. എന്റെ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാനും പറ്റും. മോളെ, ചെന്ന് ഏട്ടത്തെ അമ്മനെ വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് വരാ വലിച്ച. എന്താ മിഥുൻ, എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അതോർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട. ഡാഡ്, അടുത്തെങ്ങാനും കല്യാണത്തിന് പറ്റിയ മുഹൂർത്തം ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇന്നലെ അമ്പലത്തിൽ ചെന്നപ്പോ ഞാൻ ചോദിച്ചിരുന്നു. എന്താ മോനെ, എന്താ കാര്യം? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ട് ഈ അടുത്തെങ്ങും കല്യാണ മുഹൂർത്തം ഇല്ല എന്ന് പറഞ്ഞു. അതാ ഞാൻ അങ്ങനെ ചോദിച്ചേ. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. അവൻ വിവരമില്ലാത്ത ആരോടെങ്കിലും ആയിരിക്കും ചോദിച്ചത്. മിഥുനെ, ഈ കല്യാണം നടക്കില്ലെന്നോ മേഘന എന്ന് ഇവിടെ തന്നെ കൂടുമെന്നോ ഓർത്ത് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്തു വന്നാലും ഞാൻ ഉടനെ തന്നെ ഈ കല്യാണം നടത്തും. സഞ്ജയും മേഘനയും തമ്മിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. സഞ്ജയുടെ അച്ഛനും അമ്മയ്ക്കും മേഘനയെ അതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു. മരുമോളെ കൂടെ കൂട്ടാൻ വേണ്ടി കാത്തിരിക്കുക അവര്. മേഘനയ്ക്ക് കല്യാണ ഭാഗ്യം അടുത്തിരിക്കുക. അതാ എല്ലാം ഇങ്ങനെ ഒത്തുവരുന്നത്. എന്റെ മോനെ, നീ ഒരു ടെൻഷൻ എടുത്ത് തല വെക്കണ്ട കേട്ടോ. ആ വാസുദേവാ, വാ 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 വാ. ജയദേവാ, അവിടെ ഇരിക്കെ. വരൂ വരൂ, ഇരിക്കെ. തിരുവന്നെ എത്തിയോ? ഇരിക്കെ. ഇരിക്കുക. അവരൊക്കെ എത്തിയോട്ടോ, പെട്ടെന്ന് വാ. തിരുവേനി, മേഘനയുടെ കല്യാണത്തിന് പറ്റിയൊരു മുഹൂർത്തം എത്രയും പെട്ടെന്ന് കുറിച്ചായിരുന്നു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഉള്ളതായിക്കോട്ടെ. ഇപ്പൊ പറയാൻ ചെയ്തവൻ സാറേ. ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞതാ. ഇനിയിപ്പോ പുതിയതായിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊന്നുമില്ലല്ലോ. എപ്പോഴേ പോയി കഴിഞ്ഞു. അതുകൊണ്ട് വെറുതെ നീ എന്നെ കുത്താൻ നോക്കണ്ട. പോയി നിന്റെ പണി നോക്ക്. പിന്നെ വലിയേട്ടൻ പുറത്ത് പറയുന്നതല്ല വലിയേട്ടന്റെ മനസ്സിനകത്തുള്ളതെന്നൊക്കെ ഞങ്ങൾക്കറിയാട്ടോ. നീ ചുമ്മാ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. എനിക്കൊരു പ്രശ്നമില്ല. മേഘനയെ സ്നേഹിക്കാനും അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും ആളെത്തിക്കഴിഞ്ഞല്ലോ. ഡാഡ് ആറ്റുനോറ്റ് കണ്ടുപിടിച്ചൊരു ബന്ധ. ഹാപ്പി ആയിട്ടാ കല്യാണം നടത്തി പറഞ്ഞയക്കേ.
മറ്റുള്ളവരെ പോലെ എനിക്കും 4 അക്ഷതെടുത്ത് അവളുടെ തലയിലേക്ക് ഇടണം. അല്ലല്ല, അത് പറഞ്ഞത് കള്ള. പോടാ വലിയേട്ടാ, നീ പോ. ജയദേവ സാറേ, 2 ദിവസത്തിൽ ഒരു നല്ല മുഹൂർത്തം കാണുന്നുണ്ട്. അത് തന്നെ ഉറപ്പിച്ചേക്കട്ടെ. വാസുദേവ എന്തു പറയുന്നു? ജയദേവന്റെ ഇഷ്ടം പോലെ. ആ തിരുമേനി, അപ്പൊ ആ മുഹൂർത്തം തന്നെ ഉറപ്പിച്ചു. ഇതിനി വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ട. ആയിക്കോട്ടെ ജയദേവ സാറേ, എന്നാ പിന്നെ അത് തന്നെ കൂടെ ഉറപ്പിക്കാം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നാന്ന് പറയുന്നത് പോലെ ഒരു മുഹൂർത്തവും കിട്ടി. മോം, മഞ്ജരി, മോം. മോളെ. അരുണിമേ, ജയദേവേട്ട സുഖായിരിക്കുന്നു? ഞങ്ങളൊക്കെ സുഖായിരിക്കുന്നു. അതിരെ എന്താ പെട്ടെന്നൊരു സർപ്രൈസ്? ചിലതൊക്കെ അങ്ങനെ ആണല്ലോ. കുറച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇങ്ങനൊരു സഡൻ വിസിറ്റ് എനിക്ക് നടത്തേണ്ടി വന്നു. ആതിരെ, നീ എന്ത് കാര്യമായിരുന്നു ഉദ്ദേശിക്കുന്നത്? വേറെ എന്തിനെ കുറിച്ചായിരിക്കും ഞാൻ പറയാ. എന്റെ മനസ്സിലെ ചിന്തകളും ഞാൻ പറയുന്ന വാക്കുകളും എന്റെ മോളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്റെ മോളുടെ കല്യാണക്കാര്യത്തിൽ അരുണും എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇടയ്ക്ക് എവിടെ അവരുടെ കഥയിലേക്ക് ഈ മേഘന കയറി വന്നു. ഇപ്പൊ അവൾ അവന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങളെന്താ മഞ്ജരിയുടെ മിഥുന്റെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ആതിരെ. ഞങ്ങൾ വിളിക്കാനിരിക്കുമായിരുന്നു ഇവരുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട്. മേഘനയുടെ പുനർവിവാഹത്തിനുള്ള മുഹൂർത്തം ഇപ്പൊ കുറിച്ചുകൊണ്ടിരിക്കുവല്ലേ. ആ മുഹൂർത്തത്തിൽ തന്നെ മിഥുന്റെയും മഞ്ജരിയുടെയും കല്യാണം കൂടി നടത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അരുണിമേ, അതിനിത്ര തിടുക്കം എന്തിനാ? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിച്ച പോരെ അതിരെ? ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞിരിക്കുക. പണ്ടേ ഇവരുടെ കല്യാണം അങ്ങ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ 2 മക്കളെങ്കിലും അവരുടേതായിട്ട് ഉണ്ടായേനെ. എന്നോ മുടങ്ങിപ്പോയതാ. ഇനിയെങ്കിലും അതങ്ങ് നടത്തി കൊടുക്ക്. ഇപ്പോഴും മനസ്സില്ലാന്നാണെങ്കിൽ മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരും. എന്താന്ന് വെച്ചാ നിങ്ങൾ തീരുമാനിച്ചു. അരുണിമേ, നീ എന്തു പറയുന്നു? മിഥുന്റെയും മഞ്ജരിയുടെയും കല്യാണം നടത്താനുള്ള ഉദ്ദേശമെങ്കിലും നിങ്ങൾക്കുണ്ടോ? ആതിരെ, അവര് ചെറുപ്പത്തിലെ പരസ്പരം ഇഷ്ടപ്പെട്ട കുട്ടികളാണ്. ആ ഇഷ്ടത്തിനെതിരെ നിൽക്കാൻ ഞാൻ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. നീ പറഞ്ഞ പോലെ മേഘനയുടെ കല്യാണത്തിനൊപ്പം മിഥുന്റെയും മഞ്ജരിയുടെയും കൂടി നടത്താം. എന്തു പറയുന്നു?